കോഴിക്കോട് നിന്നും അഭിന ചേരുന്നുണ്ട്. അഭിന, എമ്പുരാൻ റിലീസിനെത്തിയതോടുകൂടി തന്നെ നിരവധി ആളുകളാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തെല്ലാം തന്നെയുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ജനസാഗരം തന്നെയാണോ ഉള്ളത്? തീർച്ചയായും വൃന്ദ, ഇപ്പോൾ ഷോ തുടങ്ങി ആരാധകരെല്ലാവരും തന്നെ തിയേറ്ററിനകത്താണുള്ളത്. വലിയൊരു ആവേശം തന്നെയാണ്. ആവേശം ആരതും കേട്ടിട്ടില്ല. ലാലേട്ടന്റെ ആ അന്ധകാലത്തിലുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ഇന്നും നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മളുടെ കൂടെ ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. ആൾക്ക് ഉറക്കമില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണോ? ആണ് ഉറക്കില്ല. പടം കുറെ ദിവസമായി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇതായി കൊണ്ടിരിക്കണ്. അപ്പൊ തീരെ ഉറക്കില്ല. ഭയങ്കര സസ്പെൻസ് ഉള്ള ഒരു മൂവിയാണെന്നാ പറയുന്നത്. ഇരിക്കുന്ന വിചാരിക്കണ് നന്നാകട്ടെ. കുറെ 2 പടം ഇപ്പൊ പൊട്ടി. അപ്പൊ ഇതില് എല്ലാം നികത്തുക, അതാണ്. വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷ തന്നെയാണ് പടം വിജയിക്കുന്നുള്ള. ആദ്യ ഷോ കിട്ടിയില്ല, പകരം 9:45 ഇപ്പൊ തന്നെ ഹാജരായിട്ടുണ്ട്. ഞാൻ അപ്പോളെ പോകുന്നത് തന്നെയാണ്. ഞാൻ അതിനും നേരത്തെ വരണ വിചാരിച്ചിനി. പിന്നെ വിചാരിച്ച് കുറച്ചും പാടി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ലതിലും കൂടെ പോകുന്നത്. ഇന്നലത്തെ DJ പാർട്ടിയിലെല്ലാം പങ്കെടുത്തു. വൈകുന്നേരം ഞാൻ വന്നിനി. കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ മഴ പൊടിഞ്ഞ് പിന്നെ പോയി. നന്നാകട്ടെ. ഫാമിലിനെ പിന്നെ കൊണ്ടുവരുള്ളൂ. ഇപ്പൊ കൊണ്ടുവന്നാൽ നടക്കൂല. ഒച്ചയും വിളിയാകുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കൂല. അപ്പോൾ ഞായറാഴ്ചയോ അങ്ങോട്ട് ഏതോ ദിവസം കാണാനായിരിക്കണം. അപ്പോൾ അത് തന്നെയാണ്, ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. ചേട്ടന് ഉറക്കമില്ല. ചേട്ടൻ കുറേ നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണ്. 9:45 ഇപ്പോൾ ആദ്യ ഷോ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യ ഷോയ്ക്ക് ശേഷം ഇനി അടുത്ത ഷോ കയറാൻ പോകുന്നത് 9:45 അത് കഴിഞ്ഞ് പിന്നെ 1:30 അപ്പോൾ 9:45 ഷോയ്ക്ക് ഈ ചേട്ടൻ നേരത്തെ എത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, എമ്പുരാൻ അത്രയും ആവേശത്തോടു കൂടി കഴിഞ്ഞ കുറേ കാലങ്ങളായി പൃഥ്വിരാജ് ഇങ്ങനെ സസ്പെൻസ് ഇട്ട് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, അത് എല്ലാവരും പോലെ, അതായത് ഇപ്പൊ എന്നെ പോലെ ആണെങ്കിലും സാധാരണക്കാരെ പോലെയുള്ള ആളാണെങ്കിലും എല്ലാവരും പോലെയും വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ആവേശ പരിപാടി, അതായത് ആഘോഷ പരിപാടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാലേട്ടന്റെ വലിയൊരു കട്ടൗട്ട് വെച്ചു. അതുപോലെ തന്നെ ആരാധകരെല്ലാം തന്നെ ഇവിടെ ഇറങ്ങി ഭയങ്കര ആഘോഷത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് എങ്ങനെ എടുത്തു പറയണമെന്ന് അറിയില്ല. കാരണം അത്രയും വലിയ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, പൃഥ്വിരാജ് ലാലേട്ടൻ കൂട്ടുകെട്ട് അത് വെറുതെ ഒരു വരവായിരിക്കില്ല. എന്തായാലും എന്തൊക്കെയോ ഒരു സസ്പെൻസ് വെച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് കാണാൻ തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ എത്തിയിട്ടിരിക്കുന്നത്. ഇനി അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആവേശം ഒന്നും പോകുന്നില്ല. അതായത് ലാലേട്ടൻ്റെ ആദ്യ 2-3 പടങ്ങൾ പൊട്ടിയെങ്കിലും ഇത് വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് ഒരുപാട് എന്തൊക്കെയോ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. വൃന്ദ, തീർച്ചയായും പ്രതീക്ഷകൾ